മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണുന്ന കണ്ണ് നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരിലെ തിന്മ അല്ലെങ്കിൽ മറ്റുള്ളവരിലെ വീഴ്ച നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മളെപ്പോലെ തന്നെ അവരും മനുഷ്യരാണെന്നുള്ളതാണ്. നമ്മൾക്കൊരു കുറവുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ കുറ്റം പറയുമ്പോൾ നമുക്ക് വേദനിക്കാറില്ലേ? ഇതുപോലെ അവർക്കും വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരും മനുഷ്യരാണ്, അവരും ജീവനുണ്ട് എന്നൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് മറ്റുള്ളവരിൽ നന്മ കാണാൻ ഉള്ളൊരു മനസ്സ് കാണട്ടെ. എൻ്റെ കണ്ണ്, എൻ്റെ ഹൃദയം, എൻ്റെ തലച്ചോറ് എപ്പോഴും മറ്റുള്ളവരുടെ തിന്മ ഇങ്ങനെ കാണുന്നു, സംസാരിക്കുന്നുവെങ്കിൽ ആദ്യം മാറേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആരെങ്കിലും ഉപദേശിക്കാൻ പോകുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നേരെയാക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാം പൂർണ്ണത നേടിയിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ നിൽക്കുക, ദൈവസന്നിധിയിൽ ചോദിക്കുക, ദൈവമേ, എനിക്കൊരു കുറവുകളും ഇല്ലാത്തൊരു വ്യക്തിയാണോ? ഞാൻ ഓക്കെയാണോ? എങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ഉപദേശിക്കാനും നേരെയാക്കാൻ നമ്മൾ പോകാൻ പാടുള്ളൂ. തൻ്റെ കണ്ണിലെ തടിക്കഷ്ണം ഇരുന്നിട്ട് മറ്റുള്ളവൻ്റെ കരടെടുത്ത് മാറ്റാൻ നമ്മൾ നടന്നുകൊണ്ടിരിക്കണേ. ആ തടിക്കഷ്ണം ആദ്യം നമുക്കൊന്ന് മാറ്റാൻ പരിശ്രമിക്കാം. എൻ്റെ തടിക്കഷ്ണം എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. എന്നിലെ കാഴ്ച, എന്നിലേക്ക് തന്നെ ഞാൻ നോക്കാൻ മടിയാണ്, പേടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രാർത്ഥിക്കാം.